കാരണം ഈ കഥ സ്ക്രിപ്റ്റ് എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ ഹരിഹർ നഗർ സിനിമ സീരീസിൽ ഒരു സീനുണ്ട്. അതങ്ങ് അപ്പൂടെ അതങ്ങ് കൊടുത്തേരെ എന്ത് അപ്പോൾ കണ്ണടച്ച് കാണിക്കും ജഗദീഷ്, കണ്ണടച്ച് കാണിക്കുന്ന ആക്ടിങ് എന്ന് പറയുന്നൊരു സീനുണ്ട്. ഈ ജഗദീഷ് ഇതൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്ന പോലെയാണ്. ഇത് ഒരു വലിയ PR ഓപ്പറേഷനായിരുന്നു. ഈ PR ഓപ്പറേഷൻ പറഞ്ഞാൽ മമ്മൂട്ടി അവിടെ പോവുക, അവിടെ പോയിട്ട് ഇതൊരു കേരളത്തിലെ ജനങ്ങളുടെ, സർക്കാരിനെന്ന് പോലും പറയില്ല, ഇത് കേരളത്തിലെ ജനങ്ങൾക്കുള്ളൊരു വലിയ മാതൃകയാണ്, വളരെ നല്ല സംഭവമാണെന്ന് പറയുക, അത് കൃത്യമായി പാർട്ടിക്ക് വേണ്ട മാധ്യമങ്ങളിലേക്ക് എത്തിക്കുക, അതിൻ്റെ റീലുകൾ വരിക, കുറച്ചുകൂടി ഈ പദ്ധതി വലുതാവുക, ഇതാണ് അതിൻ്റെ ഭാഗമായി നിന്നത്. ഇത് മമ്മൂട്ടിക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സർക്കാരിനറിയാം, സർക്കാരാണ് മമ്മൂട്ടി ഇതിലേക്ക് സെറ്റ് ചെയ്ത് വിട്ടത്. ഇതിൻ്റെ വേറൊരു റോൾ അഭിനയിച്ച ആളാണ് അവിടുത്തെ ജില്ലാ സെക്രട്ടറി. ജില്ലാ സെക്രട്ടറിയാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നയാൾ. പക്ഷേ ഇടയ്ക്ക് വെച്ച് ജില്ലാ സെക്രട്ടറിയുടെ ആക്ടിങ് കുറച്ച് ഓവറായപ്പോൾ മമ്മൂട്ടി ഒരു അപ്പുകൂട്ട അത്രയും ആക്ടിങ് വേണ്ട എന്ന് പറഞ്ഞ് മമ്മൂട്ടി ഒന്ന് ഗുണദോഷിച്ചാണ്. അത് പരസ്യമായി ആരും കേൾക്കാൻ വേണ്ടി പറഞ്ഞില്ല. അവർ തമ്മിലുള്ളൊരു ഇൻറ്റേർണൽസാണ്. നിങ്ങളിങ്ങനെ കൂടി നിൽക്കില്ല എന്നാണ് പറഞ്ഞത്. കൊണ്ടുവന്നത് ആരാണെന്നും എന്താണ് തൻ്റെ റോളെന്നും മമ്മൂട്ടിക്ക് കൃത്യമായി അറിയാവുന്നത് തന്നെയാണ്. അത് കുറച്ച് ഓവറായപ്പോൾ മമ്മൂട്ടി ഒന്ന് കൺട്രോൾ ചെയ്തു. ഇത് മനസ്സിലാകാതെ അങ്ങനെ ചെയ്ത് ശരിയായോ ഇങ്ങനെ ചെയ്ത് ശരിയായെന്ന് പറഞ്ഞാൽ പതിവ് പോലെ CPMൻ്റെ സൈബർ സംഘങ്ങൾക്ക് ഇതിനകത്ത് വളരെ ആത്മാർത്ഥമായി ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്ന ആളുകളാണല്ലോ. അപ്പോൾ അങ്ങ് സങ്കടവും ദേഷ്യമൊക്കെ അങ്ങ് അണ പൊട്ടുകയാണ്. അത് കേട്ടപ്പോൾ റഫീഖിനും തോന്നിയ ഒരു പോസ്റ്റ് ഇടണം. അങ്ങനെ ഇത് മൊത്തത്തിൽ അങ്ങ് കുളമായി. ഈ വളരെ പ്ലാൻ ചെയ്ത് ഇരുചവി അറിയാതെ എന്ന രീതിയിൽ തോന്നുന്ന ഡ്രാമ അങ്ങ് പൊളിഞ്ഞു പോവുകയാണ്. ഇതാണ് സംഭവിച്ചത്. ഇത്രയേ ഉള്ളൂ. ഈ സ്ക്രിപ്റ്റിനകത്ത് പറ്റിപ്പോയതാണ്. അപ്പോൾ മമ്മൂട്ടി മോശക്കാരനെ, മമ്മൂട്ടി നാട്ടുകാരെ മുഴുവൻ തെറി വിളിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും മമ്മൂട്ടിയെ ഇങ്ങോട്ട് വിട്ട ആൾക്ക് മമ്മൂട്ടിക്ക് വേണ്ടി പരസ്യമായി പറയാതിരിക്കാൻ പറ്റുമോ? അതുമാത്രമേ പിണറായി വിജയൻ ചെയ്തുള്ളൂ. ഒരു നല്ല ഡയറക്ടർ അങ്ങനല്ലേ ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ ആക്ടർ നിങ്ങളെല്ലാവരും കൂടെ നല്ലപോലെ അഭിനയിച്ചതിന് അയാളെ നിങ്ങൾ തെറി വിളിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും സംവിധായകൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, മേലെ എൻ്റെ നടനെക്കുറിച്ച് അനാവശ്യം പറയരുത്, അദ്ദേഹം നല്ല മനുഷ്യനാണ്, നല്ല നടനാണ്, അതേ കാര്യമായ കാര്യങ്ങൾ ചെയ്തു. ഇത് മനസ്സിലായാൽ ഈ ഫേസ്ബുക്കിലൊക്കെ കിടന്ന് കരയുന്ന ആളുകൾക്ക് ഇത് മനസ്സിലായാൽ ഈ വിഷമം തീരും. നിങ്ങളെല്ലാവരും ഒരേ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് അഭിനയിക്കുന്നവരാണ്. അത് മനസ്സിലാക്കൂ. എന്നിട്ട് ദയവ് ചെയ്ത് മുഖ്യമന്ത്രിയെ വെറുതെ വിടൂ, മമ്മൂട്ടിയെ വെറുതെ വിടൂ. ആ ഒറിജിനൽ റീലുകൾ ഓടട്ടെ. മമ്മൂട്ടി അവിടെ പോയതും മമ്മൂട്ടി കണ്ടതും നല്ലതാണെന്ന് പറഞ്ഞു ആ റീലുകൾ ഓടട്ടെ. ഓരോ നിമിഷവും ഈ വിവാദം നിങ്ങൾ ചെയ്യുന്നതോറും നിങ്ങളുടെ ഒറിജിനൽ പ്ലാൻ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ ദയവ് ചെയ്ത് മമ്മൂട്ടിയെയും സർക്കാരിനെയും മുഖ്യമന്ത്രിയെ അനുവദിക്കണം. കഥ അറിയാതെ ആട്ടം കണ്ട് പെട്ടുപോകരുത്. അത്രയേ ഉള്ളൂ പറയാൻ.